ഇല്ല ഇല്ല, മരിക്കില്ല. രക്തസാക്ഷി മരിക്കില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. കേരളക്കരയാകെ ആരുടെയും സിരകളിൽ ചൂട് പകരുന്ന ഈ മുദ്രാവാക്യം ഏറ്റുപറയുമ്പോൾ കണ്ണൂർ എന്ന വിപ്ലവ മണ്ണിനെ മറക്കാനാകില്ല. ചെങ്കൊടിയേന്തി മരിച്ചു വീണവർ നിരവധി, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളും കുറവല്ല. പാർട്ടി ഗ്രാമങ്ങളുടെ സംരക്ഷണയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ. ഇടതുപക്ഷം ഭരണത്തിലെത്തുമ്പോഴെല്ലാം നിരവധി മന്ത്രിമാരെ സംഭാവന ചെയ്യുന്ന സ്ഥലം, ഏറെ പോരാട്ടങ്ങളുടെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന സ്ഥലം. എന്നിട്ടും കണ്ണൂർ എന്ന ലോക്സഭാ മണ്ഡലം തുടർച്ചയായി ചുവന്നത് 1967 തലശ്ശേരിയിൽ പാട്യം ഗോപാലനിൽ തുടങ്ങി 1977 കണ്ണൂറായപ്പോൾ CK ചന്ദ്രപ്പനിൽ വരെ മാത്രം. പിന്നീടങ്ങോട്ട് മാറി മാറി മാത്രമാണ് കണ്ണൂരിന്റെ നിറം ചുവപ്പായത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്താൽ ഇക്കുറി കണ്ണൂർ ചുവക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെയല്ല കണ്ണൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥിതി. BJPക്ക് കാര്യമായൊന്നും ചെയ്യാനില്ലാത്ത മണ്ഡലത്തിൽ വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും ശക്തരും ജനകീയരുമായ സ്ഥാനാർത്ഥികളാണുള്ളത്. വലതുപക്ഷത്തു നിന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തു നിന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തന്നെ ഇറങ്ങിയിരിക്കുന്നു. രണ്ടുപേരും മണ്ഡലത്തിൽ കാര്യമായി സ്വാധീനമുള്ളവർ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി കണ്ണൂർ മാറിയിരിക്കുകയാണ്. ജയം ആർക്കായാലും ഭൂരിപക്ഷം വലുതായൊന്നും അവകാശപ്പെടാൻ ഇരു മുന്നണികൾക്കും സാധിക്കില്ലെന്നത് ഉറപ്പാണ്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരൻ തോറ്റാൽ അത് സംസ്ഥാന കോൺഗ്രസിൽ വലിയ ചലനങ്ങൾക്ക് വഴിയൊരുക്കാം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മണ്ഡലം നിലനിർത്താനാവും കോൺഗ്രസ് ശ്രമിക്കുക. ചുവന്ന മണ്ണിൽ ഇനിയൊരു തോൽവി കൂടി ഇടതുപക്ഷത്തിനും ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് ജയരാജനിലൂടെ മണ്ഡലം പിടിച്ചെടുത്ത് ഇടതുപക്ഷത്തിന് മതിയാകൂ. പിണറായിക്കെതിരെ നേരിട്ട് അംഗം വെട്ടുകയും 5 പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ബന്ധം പൊടുന്നനെ അവസാനിപ്പിച്ചെത്തിയ C രഘുനാഥിനെ അവതരിപ്പിച്ചതിലൂടെ മറ്റ് ഇരു മുന്നണികളുടെയും ഭൂരിപക്ഷം കുറയ്ക്കുകയെന്ന പണി മാത്രമേ BJPക്ക് കണ്ണൂരിൽ ചെയ്യാനുള്ളൂ. കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ സമരങ്ങൾക്ക് കണ്ണൂരിന്റെ സംഭാവന വലുതാണ്. വർത്തമാനകാല കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ നിർണയിക്കുന്നതും ആ നാട്ടുകാരാണ്. മുഖ്യമന്ത്രിയും സ്പീക്കറും KPCC പ്രസിഡന്റുമടക്കം ഭരണ പ്രതിപക്ഷത്തിലെ പ്രമുഖ നേതാക്കളിൽ നല്ലൊരു പങ്കും കണ്ണൂരുകാർ തന്നെ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ നടത്തുന്ന തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ്. നിയമസഭാ മണ്ഡലങ്ങൾ തൂത്തുവാരുന്ന ഇടതുപക്ഷത്തെ പക്ഷേ പാർലമെന്റിലേക്ക് അയക്കാൻ കണ്ണൂരുകാർക്ക് മടിയാണ്. മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന 12 തിരഞ്ഞെടുപ്പുകളിൽ 8 തവണയും കോൺഗ്രസിന് അനുകൂലമായാണ് കണ്ണൂർ വിധി എഴുതിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ നൽകിയത് കണ്ണൂരാണ്. AKG എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന പാവങ്ങളുടെ പടത്തലവനായ സാക്ഷാൽ AK ഗോപാലൻ. 1952 CPIക്ക് വേണ്ടി AKG മത്സരിക്കുമ്പോൾ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു കണ്ണൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ CK ഗോവിന്ദൻ നായരെ തോൽപ്പിച്ച് 65.9% വോട്ട് നേടിയാണ് AKG കണ്ണൂരിനെ പ്രതിനിധീകരിച്ച് ആദ്യമായി ലോക്സഭയിലെത്തിയത്. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ കണ്ണൂർ മണ്ഡലത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും തലശ്ശേരിയുടെ ഭാഗമായി മാറി. സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ കാറ്റ് മാറി വീശി തുടങ്ങിയിരുന്നു. അത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MK ജിനചന്ദ്രൻ 37.2% വോട്ട് നേടി ഇടത് സ്വതന്ത്രനായ SK പൊറ്റക്കാട്ടിനെ 1000 വോട്ടിന് തോൽപ്പിച്ചു. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ SK പൊറ്റക്കാട്ട് ഇടത് സ്വതന്ത്രനായി 64,950 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലെത്തി. തെരുവിന്റെ കഥാകാരൻ തോൽപ്പിച്ചതാകട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച KT സുകുമാരൻ എന്ന സാക്ഷാൽ സുകുമാരൻ അഴീക്കോടിനെ തന്നെ. AKGക്ക് ശേഷം അത്തവണ ഇടത് പാർട്ടിക്ക് ജയിക്കാനായെങ്കിലും പാർട്ടി ചിഹ്നത്തിലായിരുന്നില്ല മത്സരിച്ചിരുന്നത്. 1977 കണ്ണൂർ മണ്ഡലം രൂപീകൃതമായത്. പുതിയ കണ്ണൂരിന്റെ MPയായി ജനം CPIയുടെ CK ചന്ദ്രപ്പനെ ലോക്സഭയിലേക്ക് അയച്ചു. CPMന്റെ O ഭരതനെയായിരുന്നു 12,877 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അന്ന് CK ചന്ദ്രപ്പൻ തോൽപ്പിച്ചത്. 1980 തെരഞ്ഞെടുപ്പിൽ 16.3% ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യുവിന്റെ K കുഞ്ഞമ്പു വിജയിച്ചു. 57.3% വോട്ട് നേടി കുഞ്ഞമ്പു. കോൺഗ്രസ് ഐയുടെ N രാമകൃഷ്ണനെയാണ് അദ്ദേഹം വീഴ്ത്തിയത്. 1984 മുതൽ കണ്ണൂരിൽ മുല്ലപ്പള്ളി യുഗവും ഒപ്പം കോൺഗ്രസ് യുഗവും ആരംഭിക്കുകയായി. കോൺഗ്രസിന് വേണ്ടി ആകെ വോട്ടിന്റെ പകുതിയിലധികം വോട്ടുകൾ നേടിയാണ് മുല്ലപ്പള്ളി കണ്ണൂരിൽ തന്റെ ആധിപത്യം സ്ഥാപിച്ചത്. 81% വോട്ടുകൾ രേഖപ്പെടുത്തിയതിൽ 50.9% വോട്ടുകൾ മുല്ലപ്പള്ളിക്ക് നേടാൻ സാധിച്ചു. 2,88,791 വോട്ടുകൾ നേടിയ മുല്ലപ്പള്ളി CPMന്റെ പാട്യം രാജനെയായിരുന്നു തോൽപ്പിച്ചത്.
1989 തെരഞ്ഞെടുപ്പിലും പകുതിയിലധികം വോട്ടുകൾ നേടി മുല്ലപ്പള്ളി തന്നെ ലോക്സഭയിലെത്തി. അന്ന് പി ശശിയായിരുന്നു CPM രംഗത്തിറക്കിയത്. പിന്നീട് നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും മുല്ലപ്പള്ളി രാമചന്ദ്രനെ കണ്ണൂർ കൈവിട്ടില്ല. മുല്ലപ്പള്ളിയെ നേരിടാൻ പല നേതാക്കളെയും കളത്തിലിറക്കിയ CPM അവസാനം പരീക്ഷിച്ചത് അത്ഭുതക്കുട്ടിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിശേഷിപ്പിച്ച അബ്ദുള്ളക്കുട്ടിയെയായിരുന്നു. മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി ലോക്സഭയിലെത്തുന്ന CPM പ്രതിനിധി. 1999 അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിച്ചു. 6 തവണ അടുപ്പിച്ച് കോൺഗ്രസ് മാത്രം ജയിച്ചെടുത്ത് അബ്ദുള്ളക്കുട്ടിയെ വെച്ച് CPM നടത്തിയ പരീക്ഷണം വിജയം കണ്ടു. 2004 മുല്ലപ്പള്ളിയെ 50% വോട്ട് നേടി അബ്ദുള്ളക്കുട്ടി തോൽപ്പിച്ചു. 2008 മണ്ഡല പുനർനിർണയത്തിനു ശേഷം കണ്ണൂർ വീണ്ടും കോൺഗ്രസ് പക്ഷത്തേക്ക് ചാഞ്ഞു. അബ്ദുള്ളക്കുട്ടിയും രാഷ്ട്രീയത്തിൽ ചാടിക്കളിച്ചു. തുടർച്ചയായി 2 തവണ കോൺഗ്രസിൽ നിന്ന് മണ്ഡലത്തെ രക്ഷിച്ച രക്ഷകന്റെ മുഖമായിരുന്ന അബ്ദുള്ളക്കുട്ടിയെ CPM പുറത്താക്കി. അബ്ദുള്ളക്കുട്ടിയാകട്ടെ കോൺഗ്രസിലേക്ക് ചേക്കേറി. കോൺഗ്രസിന് വേണ്ടി 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് അബ്ദുള്ളക്കുട്ടി മത്സരിച്ചു. പാർട്ടി മാറിയെങ്കിലും കണ്ണൂരിലെ ജനങ്ങൾ അബ്ദുള്ളക്കുട്ടിയെ തോൽപ്പിച്ചില്ല. 6443 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അബ്ദുള്ളക്കുട്ടി നിയമസഭയിലെത്തി. കോൺഗ്രസിൽ നിന്ന് 2019 BJPയിലെത്തിയ അബ്ദുള്ളക്കുട്ടിയെ അവർ വയനാട്ടിൽ ഇത്തവണ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. 2009 നടന്ന തിരഞ്ഞെടുപ്പിൽ CPM കളത്തിലിറക്കിയത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിനെയായിരുന്നു. കോൺഗ്രസിന് വേണ്ടി K സുധാകരനിലൂടെ CPMൽ നിന്ന് കണ്ണൂർ മണ്ഡലം വീണ്ടും കോൺഗ്രസ് പിടിച്ചെടുത്തു. 43,151 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് സുധാകരൻ വിജയിച്ചത്. 2014 മണ്ഡലം വീണ്ടും CPM പിടിച്ചെടുത്തു. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പിലെ ഭരണ മികവുകൊണ്ട് ജനഹൃദയങ്ങൾ പിടിച്ചെടുത്ത PK ശ്രീമതിയെയായിരുന്നു അത്തവണ പാർട്ടി പരിഗണിച്ചത്. വിജയമുറപ്പിച്ച് കോൺഗ്രസ് നിർത്തിയത് K സുധാകരനെ തന്നെ. എന്നാൽ അത്തവണ ജനം മാറി ചിന്തിച്ചു. നേരിയ ഭൂരിപക്ഷത്തിൽ ശ്രീമതി സുധാകരനെ വീഴ്ത്തി. 6566 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു PK ശ്രീമതി ലോക്സഭയിലെത്തിയത്. കണ്ണൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി മത്സരിച്ച് വിജയിച്ച വനിതാ സ്ഥാനാർത്ഥി എന്ന പ്രത്യേകതയും ശ്രീമതിക്കുണ്ടായിരുന്നു. രാഹുൽ തരംഗം അലയടിച്ച 2019 തിരഞ്ഞെടുപ്പിൽ കേരളം മൊത്തം CPMനെ കൈവിട്ടപ്പോൾ കണ്ണൂർ വീണ്ടും സുധാകരനൊപ്പം നിന്നു. 94,559 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുധാകരൻ കണ്ണൂർ മണ്ഡലം പിടിച്ചെടുത്തു. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയപ്രതീക്ഷയിലാണ് ഇത്തവണ സുധാകരൻ കണ്ണൂരിലെത്തിയിരിക്കുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയവും ഭരണമികവും ഉയർത്തിക്കാട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനലൊരു തരിയായി ചുരുങ്ങിയതിന്റെ ക്ഷീണമകറ്റാനാണ് CPMന്റെ ശ്രമം. എന്നാൽ സുധാകരൻ ഇത്തവണ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് CPM സ്ഥാനാർത്ഥിയല്ല, മറിച്ച് NDA സ്ഥാനാർത്ഥിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ്. കണ്ണൂരിൽ BJP അപ്രസക്തമാണെങ്കിലും കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ BJPക്കായിട്ടുണ്ട്. 2014 51,636 വോട്ടും 2019 68,508 വോട്ടുമാണ് NDA നേടിയത്. ഇത്തവണ ഇതിലും വോട്ട് നേടാൻ BJPക്ക് സാധിക്കുമെന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇത്തവണ കോൺഗ്രസിൽ നിന്ന് പുറത്തായ മമ്പളം ദിവാകരനും മത്സരരംഗത്തുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് പിന്മാറി. ധർമ്മടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011 16 CPMനെതിരെ മത്സരിച്ചത് മമ്പളം ദിവാകരനാണ്. കൂടാതെ ദിവാകരനും രഘുനാഥും പിണറായി വിജയനെതിരെ മത്സരിച്ചവരുമാണ്. തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ 7 നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്കാണ് മേൽക്കൈ. തളിപ്പറമ്പ്, അഴീക്കോട്, ധർമ്മടം, മട്ടന്നൂർ, കണ്ണൂർ എന്നീ മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ബലത്തിൽ പേരാവൂരും ഇരിക്കൂറുമാണ് UDF നേടിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലമാണ് തളിപ്പറമ്പ്. 22,689 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് MV ഗോവിന്ദൻ തളിപ്പറമ്പിൽ കഴിഞ്ഞ വർഷം വിജയിച്ചത്. മണ്ഡലം രൂപീകരിക്കപ്പെട്ട 1965 മുതൽ CPMന്റെ കോട്ടയാണ് തളിപ്പറമ്പ്. ഇരിക്കൂരിൽ 10,000-ൽ പരം ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് വിജയിച്ചത്. 76,764 വോട്ടുകൾ നേടിയ സജീവ് LDFന് വേണ്ടി മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന്റെ സജിക്കുട്ടി ആണിമറ്റത്തെയാണ് തോൽപ്പിച്ചത്. എപ്പോഴും വലതിനൊപ്പം നിന്ന ചരിത്രമാണ് ഇരിക്കൂറിന്റേത്. അഴീക്കോട്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ KM ഷാജിക്കെതിരെ KV സുമേഷ് നേടിയത് 6,141 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ചടയൻ ഗോവിന്ദനിൽ തുടങ്ങുന്ന അഴീക്കോട് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ CMPയും CPMും ലീഗുമെല്ലാം മാറി മാറി വിജയിച്ചത് കാണാം. മത്സരിച്ചതാകട്ടെ ചടയൻ, MV രാഘവൻ, EP ജയരാജൻ, M പ്രകാശൻ, KM ഷാജി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖർ. കണ്ണൂരിൽ നേരിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് എസിന്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയിച്ചത്.
അന്തരിച്ച KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനിയെയായിരുന്നു കടന്നപ്പള്ളി പരാജയപ്പെടുത്തിയത്. 2016 കടന്നപ്പള്ളി വിജയിക്കുന്നതിന് മുമ്പ് വരെ കണ്ണൂർ മണ്ഡലം കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു. മാത്രമല്ല 1996 മുതൽ 2009 വരെ സിറ്റിംഗ് MP K സുധാകരനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. മണ്ഡലം രൂപീകരിക്കപ്പെട്ടതു മുതൽ CPM-ന്റെ ഉറച്ച കോട്ടയാണ് ധർമ്മടം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 2 തവണ നിയമസഭയിലെത്തിയതും ഇവിടെ നിന്നാണ്. 50,123 ഭൂരിപക്ഷത്തിലാണ് 2021 പിണറായി വിജയൻ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നത്. 2016 36,905 ഭൂരിപക്ഷമാണ് കഴിഞ്ഞ വർഷം പിണറായി വിജയൻ മാറ്റിമറിച്ചത്. പേരാവൂർ മണ്ഡലത്തിൽ 3,172 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് വിജയിച്ചത്. CPM-ന്റെ KV സക്കീർ ഹുസൈന് 44.8% വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. 2006 KK ശൈലജ വിജയിച്ച മണ്ഡലമാണ് പേരാവൂർ. എന്നാൽ 2011 കോൺഗ്രസിന്റെ സണ്ണി ജോസഫ് ശൈലജയെ തോൽപ്പിച്ചതോടെ മണ്ഡലം കോൺഗ്രസിന്റെ കൈകളിലാണ്. കാലങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു നിൽക്കുന്ന മട്ടന്നൂർ മണ്ഡലം റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ KK ശൈലജ സ്വന്തമാക്കിയത്. 60,963 വോട്ടിന്റെ അതായത് 39.5% ഭൂരിപക്ഷത്തിലാണ് മട്ടന്നൂർ ശൈലജയെ നെഞ്ചിലേറ്റിയത്. EP ജയരാജനായിരുന്നു ഇതിനു മുമ്പ് മട്ടന്നൂരിന്റെ MLA. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആകെ വോട്ടർമാർ 1,24,541 പേരാണ്. 2011 സെൻസസ് പ്രകാരം SC വോട്ടർമാർ 3.2%, ST വോട്ടർമാർ 2.3%, മുസ്ലിം വോട്ടർമാർ 26.4%, ക്രിസ്ത്യൻ വോട്ടർമാർ 12%, ഹിന്ദു വോട്ടർമാർ 61.6% എന്നിങ്ങനെയാണ് കണക്ക്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് CPM-നെതിരെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കാട്ടുകയാണ്. അടുത്ത കാലത്തായി സംസ്ഥാന സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒന്നാണ് വന്യമൃഗശല്യം. ഇത് കൂടുതൽ ബാധിച്ച സ്ഥലങ്ങളിലൊന്നാണ് മലയോര മേഖല ഉൾപ്പെടുന്ന കണ്ണൂർ. വനം വന്യജീവി നിയമങ്ങളുടെ നൂലാമാലകൾ മൂലം സംസ്ഥാന സർക്കാരിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കാനിടയുള്ള ഒന്നാണ് വന്യമൃഗശല്യം. വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി അവയെ പ്രതിരോധിക്കാൻ മാത്രമേ ഇടതുപക്ഷത്തിന് സാധിക്കൂ. അങ്ങനെ വന്നാൽ മങ്ങിയ ചന്ദ്രനായി സുധാകരൻ മാറുമോ? വിജയക്കൊടി നാട്ടി ജയരാജൻ വരുമോ എന്നാണ് കണ്ടറിയേണ്ടത്.